അഡ്വക്കേറ്റ് രാംകുമാർ, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 5 കൂട്ടുപ്രതികളുമായി ഒന്നാം പ്രതി പൾസർ സുനി നടിയെ തട്ടിക്കൊണ്ടുപോകാനും പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്താനും നടത്തിയ ഗൂഢാലോചന മാത്രമാണ് കോടതിയിൽ പ്രോസിക്യൂഷന് തെളിയിക്കാനായത്. കുറ്റകൃത്യം നടത്താൻ ദിലീപ് ഒന്നാം പ്രതി സുനിയുമായി സംസാരിച്ചതും ദൃശ്യങ്ങൾ ലഭിച്ചാൽ 1 കോടി രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതും കുറ്റകൃത്യത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപ് ഗൂഢാലോചന നടത്തിയതും കൊട്ടേഷൻ തുക ലഭിക്കാൻ സുനിയും മറ്റ് കേസുകളിൽ റിമാൻഡിലായിരുന്ന സഹതടവുകാരും ജയിലിനുള്ളിൽ ഗൂഢാലോചന നടത്തിയതും കുറ്റപത്രത്തിലെ ചാർജുകളായി മാത്രം ഒടുങ്ങി. ഇതെല്ലാം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അമ്പേ പരാജയപ്പെട്ടു. സാക്ഷികൾ കൂറുമാറിയതാണോ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനാവാത്തതിൻ്റെ കാരണം, അതോ ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്കൊരു ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് അല്പം വൈമുഖ്യമുണ്ട്. അത് ഞങ്ങൾ അഭിഭാഷകരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടേ എനിക്ക് സംസാരിക്കാനാകൂ. പക്ഷേ ഈ കേസ് ഉയർത്തുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും പലരും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തതും ചർച്ച ചെയ്യാതിരിക്കുന്നതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് ചില എളിയ അഭിപ്രായങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കാതെയാണ് പലരും കേസിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ, വിധിന്യായത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ പറയുന്നത്. ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം രാഷ്ട്രീയക്കാർ പിന്നെ അത് പതിവ് ശൈലിയാണ്. അത് ശരിയല്ല. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ക്രിമിനൽ കേസുകൾ തീരുമാനിക്കാൻ നിശ്ചിത കോടതികളുണ്ട്. ആ കോടതിക്ക് എന്നല്ല, ഒരു കോടതിക്കും ഇരുകൂട്ടരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു വിധിന്യായം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ നിയമസംഹിതയിൽ വിശ്വസിക്കുന്നവർ, ആ നിയമ നടപടികളിൽ പങ്കെടുക്കുന്നവർ, ദീർഘകാലം പങ്കെടുത്തവർ, വിധി എതിരായാൽ കോടതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന രീതിയോട് എനിക്ക് പരിപൂർണമായും വിയോജിപ്പുണ്ട്. അവർക്കുള്ള പരിഹാരം അപ്പീൽ കോടതിയിൽ പോവുകയാണ്. ഈ രാജ്യത്തെ ഒരു കോടതിയുടെയും വിധി അന്തിമമാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ്. അതുകൊണ്ട് അവർക്ക് തെറ്റ് പറ്റില്ല. അവർക്ക് തെറ്റ് പറ്റാത്തത് കൊണ്ടല്ല അന്തിമമായ കോടതി ആയതുകൊണ്ടാണ് തെറ്റ്. ഈ സംവിധാനം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ അംഗീകരിച്ച മതിയാവും. കാരണം നമ്മുടെ കോടതികളും ഭരണഘടനയുടെ സൃഷ്ടിയാണ്, ജനങ്ങളുടെ സൃഷ്ടിയാണ്. അപ്പോൾ ഇപ്പോഴും കുറ്റക്കാരനാണ്, ഇനിയും വിചാരണ നേരിടണം എന്നൊക്കെ രീതിയിൽ നിരാശഭരിതരായ ചില പ്രതികരണങ്ങൾ വരുമ്പോൾ വാസ്തവത്തിൽ അത് നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കേസിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ 3 പ്രോസിക്യൂട്ടർമാർ പ്രതിഷേധിച്ചുകൊണ്ട് പിൻവാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചില പ്രത്യേക സംഭവവികാസങ്ങൾ ഉണ്ടായ ശേഷമാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിധി പുറത്തു വന്നത്. അപ്പോൾ ആ വിചാരണ ഘട്ടത്തിലും കേസിൻ്റെ പരിഗണന ഘട്ടത്തിലും പലപ്പോഴും പ്രതിഷേധകരമായ ചില ശബ്ദങ്ങൾ പൊന്തി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ടും ഇതൊക്കെയാണെങ്കിലും 6 പേരെ ശിക്ഷിച്ചല്ലോ. അപ്പോൾ പരിപൂർണമായും കോടതിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത് ശരിയല്ല. എവിടെയെങ്കിലും
അഥവാ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അപ്പീൽ കോടതിയിൽ ശരിയാക്കി എടുക്കാവുന്നതാണ്. അതിന് പകരം നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്ത് രീതിയിലുള്ള പ്രതികരണം വരുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിനീതാഭിപ്രായം. അതും പ്രത്യേകിച്ചും മാധ്യമങ്ങൾ പലപ്പോഴും വിചാരണ സമയത്തും വിധിയുടെ തലേ ദിവസവും വരെ വിശദമായ ചർച്ചകൾ കോടതി നടപടികളിൽ ഇടപെടുന്ന രീതിയിൽ വരെ നടത്തി എന്ന് എനിക്കതിൽ പ്രതിഷേധമില്ല. കാരണം അറിയാനും അറിയിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് വിലപ്പെട്ടതാണ്. അതിനുള്ള പരിശുദ്ധവും വളരെ പ്രശംസാർഹവുമായ ചുമതലകളാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നടക്കുന്നത്. പക്ഷേ പങ്കെടുക്കുന്ന പലരും അഭിഭാഷകരടക്കം കോടതി നടപടികളെ സ്വാധീനിക്കുകയും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു നിഷ്പക്ഷമായ നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുള്ള എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത് സീനിയർ അഭിഭാഷകരടക്കം ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളെക്കുറിച്ച് ഇത്രയും വിശദമായ ചർച്ച വിധി വരുന്നു. ജാമ്യ ഹർജി നിലവിൽ നിൽക്കുമ്പോൾ ചർച്ചയാണ് ജാമ്യം കിട്ടുമോ ഇല്ലയോ, ശരിയാണോ അത്. ഈ ചർച്ച നമ്മുടെ ജഡ്ജിമാരൊക്കെ കാണുന്നുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാരും മലയാളം അറിയാവുന്ന സുപ്രീം കോടതി ജഡ്ജിമാരും കീഴ്ക്കോടതിയിലെ മിക്കവാറും എല്ലാ ജഡ്ജിമാരും ഇത് കാണുന്നുണ്ട്. അവരും മനുഷ്യരാണ്. അവരെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ചർച്ചകളും ഇതൊക്കെ നടത്തുന്നത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ, ഇത്രയും ഉത്തരവാദിത്തമുള്ള ആളുകൾ ഇത്രയും കർക്കശമായ രീതിയിൽ നടത്തണമോ വേണ്ടയോ എന്നൊരു ചെറിയ അഭിപ്രായം ഞാൻ ഈ അവസരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞോട്ടെ. നിങ്ങളെ ആരെയും അലോസരപ്പെടുത്താം. ഈ കാര്യത്തിൽ അല്പം കൂടി ഉത്തരവാദിത്തം നമ്മുടെ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും, ഉത്തരവാദിത്തം ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും കാണിക്കണം. കാരണം കോടതിയെ കുറ്റപ്പെടുത്തുന്ന പ്രവണത എല്ലാ കാര്യത്തിനും ശരി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് രണ്ട് പ്രധാന ദോഷങ്ങളുണ്ട്. ഒന്ന്, അകാരണമായ കാലതാമസം. രണ്ട്, അനിശ്ചിതത്വം. ഈ അനിശ്ചിതത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ തമാശയായിട്ട് അമേരിക്കയിൽ ഒരു കഥയുണ്ട്. ഒരു അമേരിക്കൻ അഭിഭാഷകൻ്റെ ഭാര്യ അയാളിൽ നിന്ന് തനിക്ക് സന്തതി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വിവാഹമോചനം നേടി. അത് കൊടുത്തു. അതേസമയം അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു സ്ത്രീ ഇയാളിൽ നിന്ന് ഞാൻ ഗർഭം ധരിച്ചു, എൻ്റെ കുട്ടിക്ക് ചെലവ് തരണം എന്ന് പറഞ്ഞ് അരിച്ചു കൊടുത്തു. അതും അനുവദിച്ചു. അങ്ങനെ പരസ്പര വിരുദ്ധമായ വിധികൾ പലപ്പോഴും ഞാനിത് അതിശയോക്തിയായിട്ട് പറയുന്നതല്ല, പലപ്പോഴും നമ്മുടെ കോടതിയിൽ നിന്ന്. ഞാനൊരു ചെറിയ ഉദാഹരണം കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ അറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പ്രശസ്തമായ സൂര്യനെല്ലി കേസിൽ കേരള ഹൈക്കോടതിയിലെ മുതിർന്ന 2 ജഡ്ജിമാർ വിശകലനം ചെയ്ത് തെളിവ് മുഴുവൻ പരിപൂർണമായി അപഗ്രഥിച്ച് ഇത് ബലാത്സംഗമല്ല, പെൺകുട്ടിയുടെ സമ്മതത്തോടുകൂടി നടന്നതാണ് എന്ന് വളരെ വിശദമായൊരു വിധിയുണ്ടായി. അതിനെതിരായി സ്റ്റേറ്റും മറ്റു ചിലരും സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും കേരള ഹൈക്കോടതിയിലേക്ക് ആ വിധി മടക്കി വച്ചു. പിന്നീട് 2 ജഡ്ജിമാരുടെ ബെഞ്ച് അത് പരിഗണിച്ചു. ആ 2 ജഡ്ജിമാർ അതേ തെളിവ് വച്ച് അതേ സാക്ഷികളെ വിലയിരുത്തിക്കൊണ്ട് മുൻ ഡിവിഷൻ ബെഞ്ചിന് ഘടകവിരുദ്ധമായിട്ട് വിധി പറഞ്ഞു. ഇത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോടതികളിൽ സംഭവിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ഈ കേസ് തന്നെ 8 കൊല്ലമായിട്ട് വിചാരണ ഇരിക്കുകയാണ്. ആ വിചാരണ സമയത്ത് പല പ്രതികളും ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്ന് നരയിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷേ അത് അർഹിക്കുന്നതായിരിക്കാം. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയിലും ചില സാമാന്യ മര്യാദകളില്ലേ, നീതി നടത്തിയാൽ പോരാ, നടത്തി എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുകൂടി വേണ്ടേ. പ്രതിയാണെന്ന് വെച്ച് എല്ലാ മനുഷ്യാവകാശങ്ങളും അയാൾ നഷ്ടപ്പെടുന്നില്ല. അയാൾക്കും സുഗമവും സുതാര്യവുമായ
ഒരു വിചാരണ നേരിടാൻ അവകാശമുണ്ട്. 8 കൊല്ലം കാലതാമസമുണ്ടായതിന് പ്രതികളല്ല ഉത്തരവാദി, നമ്മുടെ നിയമവ്യവസ്ഥയാണ്. എന്നിട്ടും വിചാരണ കൂടാതെ എത്ര പ്രതികൾ ഈ ജയിലിൽ കിടന്നു. ഈ ഒരു കാര്യം, ഈ പൊതുവായ കാര്യം നിർഭാഗ്യവശാൽ ഒരു പ്രശസ്ത സിനിമാ താരത്തിൻ്റെ കേസായതുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് ചർച്ച ചെയ്യുന്നതോടൊപ്പം പ്രബുദ്ധ കേരളം ഈ വിഷയം കൂടി പരിഗണിക്കണം എന്നൊരു എളിയ അഭിപ്രായം എനിക്കുണ്ട്.